കട്ടൻ ചായ 137 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 3067 പേരായി. ലെറ്റ് us മേക്ക് എ ബ്ലാക്ക് ടീ. നമുക്കൊരു ബ്ലാക്ക് ടീ ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ഫോർ എ ടീ: ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, മധുരം, തേയില, വെള്ളം. സ്റ്റാർട്ട്. ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് നമുക്കിതെല്ലാ സാധനങ്ങളും അടുക്കി വയ്ക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നതാണ്. ആദ്യം വേണ്ടത് ലിപ്ടൺ ഡാർജിലിങ്ങിൻ്റെ ടീ. അത് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നു. 1 സ്പൂൺ മതിയാവും. ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അത് നമുക്ക് 2 കുഞ്ഞ് സ്പൂൺ വേണം. അതിൻ്റെ ആ സ്പൂണാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞു വച്ചിരിക്കുന്നു. അടുത്ത് ഏലയ്ക്ക, കറുവാപ്പട്ട, അത് നമ്മൾ ഇപ്പുറത്ത് അരിഞ്ഞു വച്ചിരിക്കുന്നു. ഏലയ്ക്കയും കറുവാപ്പട്ടയും അരിഞ്ഞു വച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചായ കുടിക്കാനുള്ള പാത്രം, ആ കപ്പാണ് വേണ്ടത്. ഇത് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റാണ്. അതിനകത്ത് ഒരു അരിപ്പ, 1 സ്പൂണ്, പിന്നെ ചായ വെള്ളം എടുക്കാനുള്ള പാത്രം, ഇത് ചായക്കുള്ള വെള്ളം, ഇത് ചായ അനത്താനുള്ള പാത്രം, ഇത് ഹീറ്റർ. അപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് ആരംഭിക്കാം. അത് മൊത്തം എല്ലാം കൂടെ ഒന്നും കൂടെ കാണുകയാണ്. നമ്മുടെ മൊത്തം അടുക്കള ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, ഇതിന് വേണ്ടിയിട്ടുള്ള അടുക്കള. അപ്പോൾ ആദ്യമായിട്ട് ഇൻഡക്ഷൻ കുക്കർ അതിലേക്ക് നമ്മൾ ആ പാത്രം എടുത്ത് വെച്ചു. സ്റ്റൗ ഓൺ ചെയ്തു. ഇനി ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളമാണത്. 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒറ്റ ഗ്ലാസ്സാണിത്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് ഓരോ ഐറ്റംസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ്, ആദ്യം നമ്മൾ ഇടുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി റെഡിയായിരിക്കുന്നു. ഇഞ്ചി കൊണ്ടിട്ടു. ഇനി അടുത്തത് നമ്മുടെ കറുവാപ്പട്ടയും ഏലക്കായും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി നമുക്കിത് 2 മിനിറ്റ് നേരം തിളപ്പിക്കണം. അപ്പോൾ ഈ 2 മിനിറ്റ് നേരം തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് സ്വല്പം സംസാരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കട്ടൻ ചായ ഞാൻ എല്ലാ ദിവസവും അനത്തുന്നത്? ഇന്ന് കട്ടൻ ചായയുടെ 137 അധ്യായമാണ്. അപ്പോൾ ഈ 137 ഈ അധ്യായം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ അധ്യായങ്ങളും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് വരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഒരു ട്രെയിനിങ് ആണ്. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെയുള്ളൊരു ട്രെയിനിങ് നടക്കുന്നതാണ്. ഒരു പ്രോഗ്രാം നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണ്. കൺസിസ്റ്റൻസി ഇതിനുണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഒന്ന് മെച്ചമായിരിക്കും. പിന്നെ ഇതൊരു പ്രാർത്ഥന കൂടിയാണ്, പ്രയറാണ്. നമ്മളിതിനകത്ത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നു, അടുത്ത ഭാഗത്ത് അത് നമ്മൾ ബൈബിൾ വായിക്കുന്നതോടുകൂടി ഇതൊരു പ്രയറായി മാറുകയാണ്. അപ്പം ഇത് 2 മിനിറ്റ് നേരത്തെ വെള്ളം തിളപ്പിക്കുമ്പോഴാണ് അത് ആ കറുവാപ്പട്ടയും ഏലക്കായും ഇഞ്ചിയുടെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ലയിച്ചു വരുന്നത്. അതുകൊണ്ട് അത് ആ റീഡിങ് 58 ആകുന്നവരെ നമ്മൾ തിളപ്പിക്കും. പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഇതിന് നമ്മൾ അതായത് അക്യുറസി എല്ലാം വേണം. അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒരു ഇമോജി ഇട്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ഇമോജി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിച്ച് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് നിർത്തി. അതിലേക്ക് നമ്മൾ തേയില ഇട്ടു. തേയില എന്ന് പറഞ്ഞാൽ ഡാർജിലിംഗ് ആണ്, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡാണ്. ഇത് ഇനി 5 മിനിറ്റ് സമയം ഇതിരിക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വന്നപ്പോൾ നമ്മളതിനെ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇട്ടു. അതായത് പഞ്ചസാര രഹിത മധുരം 2 സ്പൂൺ ഇട്ടു. ഒരു ഗ്ലാസ്സിന് 1 സ്പൂണ്, കുഞ്ഞ് സ്പൂണാണ്. അപ്പോൾ അത് 2 സ്പൂണ്, വലിയ സ്പൂണ് പഞ്ചസാരയ്ക്ക് തുല്യമാണ്. പക്ഷേ പഞ്ചസാരയുടെ ദൂഷ്യവശങ്ങൾ അതിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്ററിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിൽറ്ററ്, അതെടുത്ത് വയ്ക്കാൻ ഒരു പാത്രം, അരിപ്പ, അതെല്ലാം കൂടെ കൂടുന്ന ഒരു ഫിൽറ്ററിങ് യൂണിറ്റാണ്. അത് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. സ്പൂണ് കൊണ്ട് ഇളക്കിയെടുക്കണം. അടുത്ത പണി അതാണ്. സ്പൂണ് കൊണ്ട് ഇളക്കിയെടുക്കുകയാണ്. അതാണ് സ്പൂണ് കൊണ്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ഇത് എല്ലാം ഞാൻ പേഴ്സണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്കിതിനകത്ത്
സഹായത്തിന് ആളുകളുണ്ട്. അപ്പോൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൈകൾ വ്യത്യസ്തമാണ്. നേരത്തെ എൻ്റെ മാത്രം കൈകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എൻ്റെ ഒരു വേറൊരു സഹായിയുടെ കൈയാണ്, ഒരു പാർട്ട്ണറുടെ കൈയാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മളത് ആ കട്ടൻ ചായ കട്ടൻ ചായയുടെ മേശപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. ബൈബിൾ വായിക്കുന്നതിന് വേണ്ടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ആ ബൈബിൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്നത് 26-ാം തീയതിയിലെ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം കുറച്ച് ലാഗിങ്ങിലായി. അപ്പോൾ ലേവ്യരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനമാണ് നമ്മൾ വായിക്കുന്നത്. അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ബൈബിളിൽ കാണിക്കുന്നത്, അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വചനം ലേവ്യർ 6:13. ലേവ്യരുടെ പുസ്തകം അധ്യായം 6:13 തിരുവചനം. ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. വചനം ഇവിടെ തീർന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ശുഭം. ഗുഡ് ലക്ക്.